ദിവസങ്ങളായി വാർത്തകളിൽ അൻവറും ADGP അജിത് കുമാറും മുഖ്യമന്ത്രിയും ശശിയും ജലീലുമൊക്കെയാണല്ലോ ചർച്ചാ വിഷയങ്ങൾ. കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങുന്നുണ്ടെന്ന് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നത്. കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്നുണ്ട് ഇവിടെ ഒരാൾ. അതെ, ജലീൽ തന്നെ. ജലീലിന് ഈ മന്ത്രിസഭയിലേക്ക് ഒരു കണ്ണുണ്ട്. അങ്ങനെ പറയാൻ കാരണം ജലീലിന്റെ പത്രസമ്മേളനം കൃത്യമായ ഉദ്ദേശത്തോടെ തന്നെയാണ് നടന്നത് എന്നുള്ളത് കൊണ്ടാണ്. മലബാറിൽ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങുന്നുണ്ടെന്ന് എല്ലാവരെയും പോലെ ജലീലും മനസ്സിലാക്കിയിട്ടുണ്ട്. അൻവർ പുറത്തുവിട്ട ചില വിവരങ്ങളും അൻവറിന്റെ ആരോപണങ്ങളും മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ജനങ്ങളെ പ്രകോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയിലും സർക്കാരിലുമുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഒരു യാഥാർത്ഥ്യമാണ്. ഇതോടെ കോൺഗ്രസ് ലീഗ് വിരുദ്ധ വഴി LDFൽ എത്തിയവർ അൻവറിന്റെ ചേരിയിലേക്ക് കളം മാറ്റി ചവിട്ടി. അങ്ങനെ അവർ പാർട്ടി വിരുദ്ധരായി മാറി. ഇക്കാര്യം CPMനും കൃത്യമായി ബോധ്യമുണ്ട്. ഇങ്ങനെ ഒരു മുറിവുണ്ടായ സ്ഥിതിക്ക് ഇനി എന്തായാലും ആ മുറിവിന് മരുന്ന് കണ്ടെത്തിയേ തീരൂ. അതിനായി പുതിയ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ CPM അടിയന്തര മാർഗം തേടുകയാണ്. മുഖ്യമന്ത്രിയും പാർട്ടിയും മുസ്ലിം വിരുദ്ധ നിലപാടുള്ളവരല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. അതിന് പണി അറിയാവുന്ന ഒരാൾ എന്തായാലും കൂടെ വേണം. അബ്ദുൾ റഹ്മാനെ കൊണ്ട് എന്തായാലും ആ പണി നടക്കില്ല. പിന്നെ ന്യായീകരണ ഫീൽഡിൽ പയറ്റിത്തെളിഞ്ഞ ഒരാളെ ഉള്ളൂ, അത് KT ജലീലാണ്. ജലീലിനാണെങ്കിൽ മലബാറിന്റെ മനസ്സുമറിയാം. മറ്റു മാർഗമൊന്നുമില്ലാതെ വരുമ്പോൾ ജലീലിനെ തന്നെ വിളിക്കാമെന്ന് ഒടുവിൽ CPM തീരുമാനിക്കും. ഈ ഒരു സാധ്യതയിലാണ് ജലീലിന്റെ ആ കഴുകൻ കണ്ണുകൾ പതിച്ചിരിക്കുന്നത്. പ്രതീക്ഷ ഏറെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സാധ്യത കൃത്യമായി ഉപയോഗിക്കുകയാണ് ജലീലിന്റെ ലക്ഷ്യവും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഇടതുപക്ഷത്തിന്റെ എല്ലാ വേദികളിലും ജലീലിന്റെ സാന്നിധ്യമുണ്ടാകും. പല രീതിയിലുള്ള വിശദീകരണങ്ങളും ഉണ്ടാകും. അവിടേക്ക് സംഘടനാ സംവിധാനം ഉപയോഗിച്ച് പാർട്ടി ആളെ എത്തിക്കുകയും ചെയ്യും. അപ്പോഴേക്കും ADGPയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവും ഇറങ്ങും. പിന്നെ അത് വെച്ചൊരു കളിയും ഉണ്ടാകും. മുഖ്യമന്ത്രിയെ വെള്ളപൂശി ആളാകാനുള്ള ജലീലിന്റെ ശ്രമം. എന്തും അന്വേഷിച്ച് നടപടിയെടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നും ഇപ്പോ കണ്ടില്ലേ അദ്ദേഹത്തിന് ആരെയും പേടിയില്ലെന്നുമൊക്കെ ജലീൽ വെച്ചങ്ങ് കാച്ചും. RSSന്റെ ഏക എതിരാളി മുഖ്യമന്ത്രിയാണെന്നും ജലീൽ തട്ടിവിടും. അപ്പോൾ അതിലും വീണുപോകും നിഷ്കളങ്കരായ ഒരു വിഭാഗം. സജീവ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ജലീലിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് കാര്യം എന്നൊരു സംശയം സ്വാഭാവികമായും ഇപ്പോൾ എല്ലാവർക്കും തോന്നും. ഒട്ടും സംശയം വേണ്ട, ഇതിന്റെ പിന്നിലും ഒരു കാരണമുണ്ട്. ഇലക്ഷൻ ആകുമ്പോഴേക്കും മുഖം മിനുക്കാൻ ഈ മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടായേക്കും. ആ സമയത്ത് സർക്കാരിന് മുസ്ലിം വിരുദ്ധത ഇല്ലെന്ന് തെളിയിക്കാൻ CPMന് ചില കടുങ്കൈയൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് ജലീലിന് വീണ്ടും മന്ത്രിസ്ഥാനം കൊടുക്കുക എന്നത്. ഒരു ദിവസമെങ്കിലും ആ മന്ത്രി കസാര ജലീലും സ്വപ്നം കാണുന്നുണ്ട്. ജലീലിന്റെ മനസ്സിൽ ജഡ്ജിയോടും പ്രതിപക്ഷത്തോടുമുള്ള അടങ്ങാത്ത പകയുണ്ട്. അവർക്കൊക്കെ മുൻപിൽ ഒരു പരിഹാസ ചിരിച്ചിരിക്കാൻ ജലീൽ വല്ലാതെ ആഗ്രഹിക്കുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അബ്ദുൾ റഹ്മാനെ മാറ്റാതെ തന്നെ ജലീലിനെ കൂടി പരിഗണിച്ച് സമുദായ സ്നേഹം പ്രകടിപ്പിച്ചേക്കാം. അപ്പോഴും ജലീൽ നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമുണ്ട്. ഇനി മന്ത്രിയും MP ഒക്കെ ആകാനില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കസേര കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ മറന്നോ എന്ന ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം ഉയർന്നാൽ കൂടിപ്പോയാൽ ഒരു Facebook പോസ്റ്റിലൂടെ മറുപടി അങ്ങ് ഒതുക്കും. ആ Facebook പോസ്റ്റിൽ ഇങ്ങനെയാകും പരാമർശിക്കുക: ഇതെന്റെ തീരുമാനത്തിന് എതിരാണ്. പക്ഷേ പാർട്ടിയും എന്നെ കൈപിടിച്ചു വളർത്തിയ പിതൃതുല്യനായ മുഖ്യമന്ത്രിയും എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ എനിക്കതിൽ മറുവാക്ക് പറയാനാകില്ല. പ്രതിസന്ധിയിൽ എന്നെ സഹായിച്ച പാർട്ടിയെ എനിക്ക് ധിക്കരിക്കാനാകില്ല. ഇതായിരിക്കും Facebook പോസ്റ്റിൽ ഉണ്ടാവുക. ഇതോടെ ചോദ്യം ചോദിച്ചവരും അങ്ങടങ്ങും. അപ്പോഴേക്കും ഏതാണ്ട് കണ്ടം വിറ്റ് കാളയെ വാങ്ങിയ അവസ്ഥയിലുമെത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.